ബഹുമാന്യരായ മാതാപിതാക്കളും പ്രിയ സഹോദരങ്ങളും ആയവരെ, നിങ്ങളുടെ അടുത്തു നിന്നുകൊണ്ട് അല്പസമയം തിരുവെഴുത്തിലെ ചില വേദഭാഗങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പ്രകാരം പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകുവിൻ എന്ന്. കാരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ആസന്നമായിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനകൾ ഓരോ ദിവസവും നമ്മൾ കാണുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടു മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് യേശുവിന്റെ രണ്ടാമത്തെ വരവിൽ നമ്മുടെ ആത്മാവ് ദൈവത്തോടു കൂടെ നിത്യം വസിക്കേണ്ടതിന് നാം ഇപ്പോൾ നമ്മെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിത്യതയിൽ ദൈവത്തോടു കൂടെ നാം ആയിരിക്കും എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശു അത് തന്നെയാണ് പറഞ്ഞത്. തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിലൊക്കെയും യേശു വിളിച്ചു പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന്. ഇപ്പോൾ സുവിശേഷം എന്നതോ യേശുക്രിസ്തു തന്നെയാണ്. സമാധാനവും സന്തോഷവും സ്നേഹവും, അതാണ് ക്രിസ്തു. ഇപ്പോൾ നാം മാനസാന്തരപ്പെടേണ്ടത് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം ഈ ലോകം നമുക്കൊരിക്കലും അനുകൂലമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. അങ്ങനെ പ്രതികൂലമായ ഈ ലോകത്ത് നാം ജീവിക്കണമെങ്കിൽ നമുക്ക് മാനസാന്തരമുണ്ടെങ്കിൽ അനേക സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ മുൻപോട്ട് പോകുവാൻ കഴിയുമെന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 3-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ ഒന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലനായ പത്രോസ്ലീഹായും യോഹന്നാനും സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതിൽക്കൽ ചെന്നപ്പോൾ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ അവിടെ ഭിക്ഷയാചിക്കുന്നത് കണ്ടു. ഈ മുടന്തനായ മനുഷ്യനെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല എന്ന് തന്നെ വേണം നാം കണക്കാക്കുക. എന്നാൽ പ്രയോജനമുള്ളവരും ഉണ്ട്. ഈ മുടന്തനെ ഒരു കുട്ടയിൽ എടുത്തു വെച്ച് 2 പേർ കൂടി ചുമന്ന് ഈ ദേവാലയത്തിന്റെ വാതിൽക്കൽ ഭിക്ഷയാചിക്കുവാൻ ഇരുത്തും. അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ ഇവർ വാങ്ങിക്കൊടുക്കുമായിരിക്കും. എന്നാൽ വൈകുന്നേരമാകുമ്പോൾ ആ മനുഷ്യനെ തിരിച്ച് എടുത്തുകൊണ്ട് പോകുവാൻ ചെല്ലുമ്പോൾ ആ മനുഷ്യന്റെ കയ്യിൽ അന്ന് ലഭിച്ചതായ എല്ലാ നാണയത്തൊട്ടുകളും അവർ എടുക്കുകയും ചെയ്യും. അങ്ങനെ മുടന്തനായ മനുഷ്യൻ പത്രോസിനെയും യോഹന്നാനെയും കണ്ടപ്പോൾ അവരുടെ നേരെ കൈനീട്ടുവാൻ ഇടയായി. കൈനീട്ടിയത് മറ്റൊന്നിനുമല്ല, അവരുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ആ മനുഷ്യന് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ആ മനുഷ്യൻ കൈനീട്ടിയത്.
ഇപ്പോൾ അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്, വെള്ളിയും പൊന്നും ഒന്നും എന്റെ കയ്യിലില്ല, എന്നാൽ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവന്റെ ബലം കൈപ്പിടിച്ച് അവനെ ഉയർത്തിയപ്പോൾ ആ ഉദരം മുതൽ മുടന്തനായിരുന്ന മനുഷ്യൻ കാലും നരിയാണിയും ഉറച്ച് കുതിച്ചെഴുന്നേറ്റ് തുള്ളിയും ചാടിയും അവരോട് കൂടെ ദേവാലയത്തിനകത്തേക്ക് കടന്നുപോയി എന്ന് കാണുവാൻ കഴിയുന്നു. ഇപ്പോൾ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം എത്ര വലുതാണ് എന്ന് അപ്പോസ്തലനായ പത്രോസ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്നതായ അത്യന്ത വ്യാപാര ശക്തി എത്ര വലുതാണ് എന്ന് ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ്. അതാണ് അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ മനുഷ്യനെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറഞ്ഞവന്റെ കരം പിടിച്ചുയർത്തിയപ്പോൾ അവൻ കാലും നരിയാണിയും ഉറച്ചവൻ ആയി കുതിച്ചെഴുന്നേറ്റ്. അവിടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ഈ കാര്യം സംഭവിച്ചപ്പോൾ ആ ദേവാലയത്തിൽ ഏതാണ്ട് 5000-ഓളം ജനം പെട്ടെന്ന് വന്നുകൂടി. വലിയൊരു ജനക്കൂട്ടമായപ്പോൾ പുരോഹിതന്മാരും അതുപോലെ തന്നെ ഉന്നതന്മാരായ വ്യക്തികൾ അവിടെ വരികയും ഇത് കാണുകയും അപ്പോസ്തലന്മാരെ വിളിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ അപ്പോസ്തലൻ പറഞ്ഞത് ഇതാണ്. പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി നിന്നുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾ തള്ളിക്കളഞ്ഞ് അതേ യേശു കർത്താവ് നിങ്ങൾ ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു, ആ യേശു ക്രിസ്തുവിന്റെ ശക്തിയാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞത് എന്ന് അവരെ ബോധ്യപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ശക്തിയില്ലാത്തവരായിട്ടല്ല ജീവിക്കേണ്ടത്. നാം ദൈവശക്തി അനുഭവിക്കേണ്ടവരാണ്. ദൈവശക്തി എന്താണെന്ന് നമ്മുടെ ജീവിതത്തിൽ കൂടി മറ്റുള്ളവർക്കും പകരപ്പെടേണ്ടത്. അതിനാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന്. യേശുക്രിസ്തുവിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് അനേകം പ്രതികൂലങ്ങളെ അതിജീവിക്കുവാനും പ്രതികൂലങ്ങളിലായിരിക്കുന്നവരെ സഹായിക്കുവാനും അവരെ ശക്തിപ്പെടുത്തുവാനും അവർക്ക് നല്ല പുതിയൊരു ജീവിത വഴി തുറന്നു കൊടുക്കുവാൻ ദൈവത്തോട് നാം അപേക്ഷിക്കുമ്പോൾ ദൈവം അത് അവർക്ക് ചെയ്തു കൊടുക്കുവാനും ഇടയായി തീരും എന്നുള്ളത് ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവിലുള്ള വിശ്വാസം നമുക്കെത്ര വലുതാണോ അത്രയും സന്തോഷവും സമാധാനവും നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ ഭവനത്തിലും നാം ഇടപെടുന്ന ഓരോ വ്യക്തികളിലും സംഭവിക്കുവാൻ ഇടയായിത്തീരും. ആയതിനാൽ നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കൽവരിയിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയായി നമുക്ക് നമ്മുടെ ജീവിതം അനുഗ്രഹ സമ്പൂർണമായി മാറ്റുവാൻ കഴിയും. അതിനായി നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവിനായി സമർപ്പിക്കുക എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴും ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.